പരേഡിനെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുവാൻ ബഹുമാന്യനായ ടീച്ചേഴ്സ് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കാഡറ്റ്സ് ഈ സംസാരിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് നിങ്ങളെ ഈ പരേഡിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ പോലീസ് ട്രെയിനിങ്ങിൽ തന്നെ ഒരു 9 മാസത്തെ കഠിനമായ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ അവസാനത്തെ 1-2 മാസങ്ങൾ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ പാസിംഗ് ഔട്ട് പരേഡിന് വേണ്ടിയിട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസുകാരനായിട്ടുള്ള ഒരു ട്രെയിനിങ്, അതുപോലെ തന്നെ SI ആയിട്ടുള്ള 2 ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രെയിനിങ് അനുഭവത്തിൽ നിന്ന് നമുക്ക് കാണാം, അതായത് ഒരു പാസിംഗ് ഔട്ട് പരേഡിന് ഫോൾഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ മേലെ ഒരു വളരെയധികം പ്രഷറാണ്. 1-2 കുട്ടികളൊക്കെ കുഴഞ്ഞു വിടുന്നത് സ്ഥിരം സംഭവമാണ്. ഇതിന് പുറകിൽ തന്നെ മെഡിക്കൽ ടീമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ്, നമ്മൾ ആംബുലൻസൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ ID പരേഡ് ആണെങ്കിൽ തന്നെ. പക്ഷേ ഇവിടെ എനിക്കൊരു മനോഹരമായ കാഴ്ച കാണാൻ പറ്റും. നമ്മൾ കാഡറ്റ്സ് എല്ലാവരും തന്നെ ട്രെയിനിങ് ഈ പരേഡിൻ്റെ ഫുൾ സമയം, അതായത് ഫിറ്റ്നസ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ വളരെ മനോഹരമായി പരേഡ് ചെയ്തു. അതിന് നിങ്ങളെല്ലാവരെയും അതിന് തന്നെ അഭിനന്ദിക്കുകയാണ്. അത് ഇത് തന്നെയാണ് ഈ പരേഡിന് വേണ്ടി നിങ്ങളെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെയും എല്ലാവരുടെയും ഒരു ഫുൾ സപ്പോർട്ട് കൂടി തന്നെയാണ്. അപ്പം ഒരു കാര്യം എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു, നിങ്ങളെല്ലാവരും ഫിസിക്കലി ഫിറ്റാണെന്ന് ഈ ട്രെയിനിങ് ഈ പരേഡിലൂടെ തന്നെ നിങ്ങൾ തെളിയിച്ചു വരുന്നു. അതുപോലെ തന്നെ പരേഡ് തന്നെ കണ്ട് തന്നെ ആണെങ്കിലും, അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെയാണെങ്കിലും ശരി വളരെ മനോഹരം. പിന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ SPC പ്രൊജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം 2008 മുതൽ തന്നെ SPC കേരള പോലീസിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പം ഇന്ത്യയുടെ തന്നെ പല സംസ്ഥാനങ്ങളും SPC മോഡൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു കുട്ടികളിലേക്ക്. അതായത് നമ്മൾ വളം വെക്കുകയാണെങ്കിൽ എവിടെയാണ് നമ്മൾ പറയുമല്ലോ, അതുപോലെ തന്നെ കുട്ടികളിലൂടെയാണ് നമ്മൾ നിയമബോധവും കാര്യങ്ങളൊക്കെ സമൂഹത്തിലേക്ക് കൊടുത്തു വിടേണ്ടത് എന്നുള്ള രീതിയിലാണ് ഈ പ്രൊജക്റ്റ് മുന്നോട്ട് വരുന്നത്. നിങ്ങൾ ഈ ഒരു ഒത്തെടുത്തിട്ടുണ്ട് അല്ലേ, അതിൻ്റെ അവസാനം കഴിഞ്ഞായിട്ട് നമ്മൾ പറഞ്ഞു നിയമവാഴ്ചയൊക്കെ നമ്മൾ പരിപൂർണമായിട്ട് പാലിക്കുമെന്ന്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഞാൻ എടുത്തു പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അരീക്കോട് സ്റ്റേഷനിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ക്രൈമുകൾ ഒരു 20% നമുക്ക് സ്കൂളുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസ് വളരെയധികം. ഞാൻ പല ജില്ലകളിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് സ്കൂളുകൾ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ കൂടി വരുന്നു. അത് നിങ്ങൾ ട്രെയിൻ ചെയ്ത് വിടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പോലീസിൻ്റെ ഒരു അംബാസിഡേഴ്സായിട്ട് സ്കൂളിനകത്തേക്ക് കയറ്റി വിടുകയാണ്. നമ്മൾ സ്കൂളിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ മാത്രമേ പോലീസിന് ഇടപെടാൻ പറ്റുള്ളൂ. അകത്തുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഓരോ അതായത് സ്കൂളിൽ മുഴുവനായിട്ട് നമുക്ക് കേരള പോലീസിന് ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കുറച്ച് ഓരോ സ്കൂളുകളിൽ നിന്നും 44 പേര് വീതമുള്ള പല ഗ്രൂപ്പുകളായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത്.